വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോകുന്ന അതാ ഒരു കല്ലിന്റെ ഒരു മഹത്വം വിവരിക്കുന്നതൊന്ന് കാണുക. ഒരു കല്ലിന്റെ മഹത്വം. ഒരു പ്രത്യേകതരം കല്ലുകൾ ഉപയോഗിച്ചാണ് അതിന്റെ പൂർണ്ണ നിർമ്മാണം. ആരായിരുന്നു ആ പള്ളിയുടെ ശില്പികൾ? മനുഷ്യരോ ജിന്നുകളോ? അത് ചരിത്രപരമായി തെളിയിക്കപ്പെടേണ്ടതാണ്. ആരായിരുന്നാലും അതിന് ഉപയോഗിച്ച കല്ലുകൾ ശേഖരിച്ചത് ഇവിടെ നിന്നായിരിക്കുമെന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ കല്ലിന്റെ കിടപ്പാണ് ഏറെ അത്ഭുതം. അടർത്തിയെടുത്ത് കൊത്തുപണികൾ പൂർത്തിയാക്കി എങ്ങോട്ടോ കൊണ്ടുപോവാൻ എടുത്തുവെച്ച പോലെ. ഈ കല്ലിന്റെ മുകളിലും സൈഡിലും ഏതോ അജ്ഞാത ഭാഷയിൽ എന്തൊക്കെയോ എഴുതിവെക്കപ്പെട്ടിരിക്കുന്നു. ഈ കല്ലിന് പിന്നിലും എന്തോ ചരിത്രമുണ്ടെന്നതിൽ സംശയമില്ല. കണ്ടോ? അപ്പൊ കല്ല് പണ്ട് ഒരു മുത്താലിം ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ മലക്ക് പോണത് ഞാൻ കണ്ടു. മലക്ക് പോണത് ഞാൻ കണ്ടു. അല്ലോ മോനെ നിന്റെ കണ്ണായിരിക്കും ഇങ്ങടെ കണ്ണാൻ. മൊയിലാരും ചെയ്തു എല്ലാവരോടും പറയും മലക്ക് പോണത് ഈ കുട്ടി കണ്ടു, മുത്താലിമ് കണ്ടു. എല്ലാവരും വന്ന് ഈ കുട്ടിയുടെ കൈ പിടിച്ച് മുത്താൻ തുടങ്ങി. അപ്പൊ മലക്ക് പോണത് കണ്ട കുട്ടിയല്ലേ? ഇതൊരു മുജാഹിദ് കേട്ടു. മൂപ്പര് എന്ന് ചോദിച്ചു, മോനെ നീ മലക്ക് പോണ കണ്ടു? കണ്ടു. എന്തായിരുന്നു ആ മലക്കിന്റെ വേഷം? കറുത്ത തുണി, കഴുത്തിലൊരു മാല, തലയിലൊരു കെട്ട്, അയ്യപ്പോന്ന് വിളിച്ച് ശബരി മലക്ക് പോണ കണ്ടു. അതാ കുട്ടി പറഞ്ഞേ. കേൾക്കുമ്പോഴെന്തും അണ്ണാക്ക് തൊടാതെ വീഴുന്നൊരു സ്വഭാവമുള്ള മൊയിലാമാർക്ക്. അതാ ആ കല്ലിൽ തിരവണ്ണ അടിച്ചത് അടയാളം. അത് വിചിത്ര ഭാഷയിൽ എന്തോ എഴുതി വെച്ചെന്ന് ചോറല്ലേ എഴുതിയിട്ടുണ്ട്. അത് തേങ്ങാ പിണ്ണാക്കോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തിരവണ്ണ അടിച്ച അടയാളമാണ് ആ കല്ലിൽ കാണുന്നത്. എന്നിട്ടത് വിചിത്ര ഭാഷയിൽ എഴുതി. കാരണം ഇനി ആ കല്ല് പിടിച്ചിട്ട് അതുമോ ഒന്ന് തവാഫ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ നേഴലുകൾ മാറുന്ന ഫാത്തിഹ ഓതിയിട്ടാ പോണത്. ചിലനോട്ടൊക്കെ ഫാത്തിഹയാണ്. കാരണം അരി മേടിക്കാം. ഫാത്തിഹ മതി, ഫാത്തിഹ ഇല്ലാതെ തെണ്ടി പോയാൽ അല്ലെ പോണ വഴിയൊക്കെ അൽ ഫാത്തിഹ 50 രൂപ. ഒരു ഫാത്തിഹക്ക് 50 രൂപ റേറ്റ്. ആയിക്കോട്ടെ സഹോദരന്മാരെ, ഇത് വിഗ്രഹാരാധനയിലേക്കുള്ള പോക്കല്ലേ? അല്ലെങ്കിൽ ഈ കല്ലിന് ഇസ്ലാമിൽ എന്താ സ്ഥാനം? മതവും ഈ കല്ലും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ വിചിത്രമായ ഭാഷയിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് പോയി വളർന്നു വലുതാവുന്ന വലിയ കറാമത്തുള്ള വേറൊരു കല്ലുണ്ട്. ആ കല്ലും ഒന്ന് കാണുക. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച പുണ്യാത്മാക്കളുടെ മസാറുകൾ കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് നമ്മുടെ ഭാരതം. നാഷണൽ ഹൈവേ 213 പെരിന്തൽമണ്ണക്കും മണ്ണാർക്കാടിനുമിടയിൽ പെരിന്തൽമണ്ണയിൽ നിന്നും 16 കിലോമീറ്റർ ദൂരെയാണ് പ്രസിദ്ധമായ നാട്ടുകൽ മക്കാം. മഹാനായ വലിയുല്ലാഹി ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. എല്ലാ തിങ്കളാഴ്ച രാവിലും ഈ മക്ബറയിൽ വെച്ച് വിശ്വാസികളുടെ കൂട്ടമായ ദിക്ർ ഹൽഖ നടന്നുവരുന്നു. ദുൽഖഅദ മാസം പകുതിയിൽ മഹാനവറുകളുടെ പേരിലുള്ള നേർച്ചയും ഇവിടെ നടക്കുന്നുണ്ട്. മഹാന്റെ കബറിന് പുറത്തുള്ള മീസാൻ കല്ലാണിത്. ഇത്രയും വലിയ ഒരു കല്ല് ഇവിടെ സ്ഥാപിച്ചതല്ല, മറിച്ച് ഇവിടെയുണ്ടായിരുന്ന ചെറിയ മീസാൻ കല്ല് മഹാനവറുകളുടെ കറാമത്തിനാൽ വളരാൻ തുടങ്ങുകയായിരുന്നു. വളർന്ന് അത് വലിയൊരു പാറക്കല്ലായി മാറി. ബഹുമാനപ്പെട്ട
മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം. ഒരിക്കൽ തങ്ങൾ ഈ മഖ്ബറയിൽ സിയാറത്തിന് വന്നു. തങ്ങൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വടികൊണ്ട് മതി, ഇത്രയും മതി എന്ന് പറഞ്ഞ് മീസാൻ കല്ലിനടിച്ചു. അതോടെ കല്ലിന്റെ വളർച്ച നിന്നുവെന്നാണ് ചരിത്രം. വളർന്നു വലുതായ മീസാൻ കല്ലിൽ നിന്നും പിൽക്കാലത്ത് ഒരു കഷ്ണം അടർന്നു വീണു. അതിപ്പോഴും മഖ്ബറക്ക് മുന്നിൽ തന്നെ കിടക്കുന്നു. ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു മഹാത്ഭുതമുള്ള സ്ഥലമാണ്. അപ്പോ നെഹ്റു ഭ്രാന്താശുപത്രി സന്ദർശിക്കാൻ പോയി. ഒപ്പരവിടെ ചെന്നിട്ട് ഭ്രാന്തന്മാരെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. കൂട്ടത്തിലൊരു ഭ്രാന്തൻ പറഞ്ഞു, പോടോ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റാന്ന് പറഞ്ഞ ഇവിടെ വന്ന്, എന്നിട്ട് എന്നെ പിടിച്ച് ഇതിനകത്തിട്ട്. അങ്ങനെ രണ്ടാമത്തെ സെല്ലിൽ പോയി. അവിടെ ഭ്രാന്ത് കുറച്ച് കുറവുള്ള ആളുകളാണ്. അവിടെയും ചെന്നിട്ട് നെഹ്റു പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. കൂട്ടത്തിൽ ഭ്രാന്ത് കുറച്ച് കുറഞ്ഞൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞ കോലത്തിലാണ് ഇതിങ്ങനെ. ഈ കോലത്തിൽ ഇങ്ങനെ മമ്പുറം തങ്ങൾ വന്ന് വടി വെച്ച് നിർത്തിയതാ, പിന്നെ അടർന്ന് വീണതാ. അതുമ്പോ ചവിട്ടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് പിടിക്കുമോ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബദരീങ്ങളാണ്. അതിലൊന്നാം സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒന്ന് തൊട്ടെണ്ണിയ അശറത്തുൽ മുബശ്ശിരീങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള ബദരീങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബദരീങ്ങളിൽപ്പെട്ട എത്രയോ ആളുകളുടെ ഖബറുകൾ ജന്നത്തുൽ ബഖീയിലുണ്ട്, ബദറിലുണ്ട്, ഉഹദിലുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉഹദിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ്. കാരണം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ബഖീഇൽ മറവ് ചെയ്യാൻ അന്നത്തെ ഖൗമ് സമ്മതിച്ചില്ല. ബഖീഇന് പുറത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. ആ ഖബറിന്റെ മീസാൻ കല്ലൊന്നും ഇതുപോലെ വളർന്നില്ല. അവരെക്കാൾ വലിയൊരു ഹോജ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം അംഗീകരിക്കൂല. ഇസ്ലാം മതത്തിലതിന് സ്ഥാനമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിയാർ മതത്തിൽ മാത്രമേ അതിന് സ്ഥാനമുള്ളൂ.